അങ്ങനെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ ചീഫ് ആണെങ്കിൽ ബൊക്കെയൊക്കെ പിടിച്ചിട്ട് അവൻ്റെ വീട്ടിലേക്ക് വരും. അങ്ങനെ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ടാകും നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും ഞാൻ അവൻ്റെ ബോസ്സാന്ന് ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ ചോദിക്കും നീ എന്തിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടാകും നീ അല്ലേ എന്നെ വിളിച്ചത്, അതുകൊണ്ട് ഞാൻ വന്നാക്കി ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഒരാൾ വന്നിട്ട് അവിടേക്ക് ആ ഒരു ഡെലിവറി കൊടുക്കും കേട്ടോ. അപ്പോൾ കയ്യിലൊരു ടാറ്റു കണ്ടിട്ട് ഇവളാണെങ്കിൽ ആദ്യം ഒന്ന് നിൽക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാൾ നിൽക്കില്ല. പെട്ടെന്ന് തന്നെ അയാളാണെങ്കിൽ കത്തി പുറത്തോട്ട് എടുക്കുമ്പോൾ ഇവളാണെങ്കിൽ ആ ഒരു ബൊക്കെ അവരുടെ നേരെ എറിഞ്ഞിട്ട് ആ വാതിൽ അടക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് അവർ തമ്മിലൊരു ഫൈറ്റൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഇവനിക്ക് മനസ്സിലാകും എന്തോ ഒരു അപാകത ഉണ്ടെന്ന് നമ്മുടെ ഹീറോക്ക്. അങ്ങനെ ഹീറോ ആണെങ്കിൽ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ്റെ ആ ഒരു ടീമിനെ വിളിച്ചിട്ട് ഈ അഡ്രസ്സൊക്കെ പറഞ്ഞിട്ട് പറയും ഇവിടെ ഒരു അറ്റാക്ക് നടക്കുന്നുണ്ട്, പെട്ടെന്ന് എത്താനൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെയും പറഞ്ഞ് ഇവൻ താഴെ നോക്കുമ്പോൾ എന്താ ഇവള് അയാൾ ഇടിച്ച് പഞ്ചറാക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഇവനാണെങ്കിൽ പിന്നെയും വിളിച്ചിട്ട് പറയും വേറെ സീനൊന്നുമില്ല, ക്ലീനിങ് ടീമിനെ വിടാൻ പറയും കേട്ടോ. എന്നിട്ട് അവനിങ്ങനെ പറയുന്നുണ്ടാകും അവൻ ആരാന്ന് നിനക്ക് അറിയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ല, എവിടെന്നാന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവൻ പറയും അങ്ങനെയാണെങ്കിൽ നീ പെട്ടെന്ന് പൊക്കോ, ഇവിടെ നിൽക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ഇല്ല, ഞാൻ എന്തായാലും നിന്റെ ഫാമിലി എടുത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും അവരുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് വന്നത്, എന്തായാലും അത് മാറ്റിയിട്ടാണ് ഞാൻ പോണുള്ളൂ എന്നും പറഞ്ഞ് അവളുടെ ഡിക്കി തുറക്കുമ്പോൾ എന്താ ഇവൻ അതൊക്കെ കണ്ട് അതിശയിച്ച് നിൽക്കൂട്ടോ. അങ്ങനെ ഇവളാണെങ്കിൽ തിരിച്ച് ആ ഒരു വീട്ടിലേക്ക് കുറേ ഗിഫ്റ്റൊക്കെ ആയിട്ട് വരും. ആ ഒരു സമയത്ത് ഇവളിങ്ങനെ പറയുന്നുണ്ടാകും എൻ്റെ പേര് ഒച്ചാനിയോനാണ്, ഞാൻ ഇവൻ്റെ ബോസാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്തായാലും നിങ്ങളൊക്കെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് നന്ദി. എന്തായാലും അച്ഛ സത്യം പറയാലോ, അച്ഛനെ കണ്ട ഒരിക്കലും അച്ഛനാന്ന് ഓർക്കുകയില്ല, ഇവൻ്റെ മൂത്ത ചേട്ടനാന്ന് ഓർക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ ഒരു അച്ഛനെ സോപ്പിടും. എന്നിട്ട് ജിഹാൻ്റെ അടുത്ത് പറയും എനിക്ക് നിൻ്റെ കല്യാണം കൂടാൻ പറ്റിയില്ല, പക്ഷെ എന്നാലും നിൻ്റെ കല്യാണത്തിന് കുറച്ച് പൈസയൊക്കെ അവനിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നൊക്കെ പറയുമ്പോൾ ജിഹാനും അങ്ങ് സോപ്പിട്ട് നിൽക്കൂട്ടോ. എന്നിട്ട് മിൻസോടത്തൊക്കെ ഹായ് ഒക്കെ പറയും. എന്നിട്ട് പറയും യൂറ നൈസ് ടു മീറ്റ് യു എന്നും പറഞ്ഞ് കൈ കൊടുക്കുമ്പോൾ എന്താ യൂറയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ, യൂറൊക്കെ അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. എന്നിട്ട് കാണിക്കുന്നത് അവളങ്ങനെ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടാവും കേട്ടോ. നമ്മുടെ അച്ഛനാണെങ്കിൽ ഷൂവും മറ്റവനിക്ക് എന്തോ ഗെയിം കളിക്കുന്ന സാധനം, ആ പെങ്കൊച്ചിന് എന്തോ പ്രീമിയം ആയിട്ടുള്ള എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ യൂറ ഇങ്ങനെ പറയുന്നുണ്ടാകും നീ എന്തിന് ഇതൊക്കെ ഞങ്ങൾക്ക് തന്നത്, ഇതെന്താ ഞങ്ങളുടെ ഫാമിലിയിലോടുള്ളൊരു ചാരിറ്റി ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും ചാരിറ്റി ഒന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ ഇതൊന്നും പോരാ, ഇതിലും കൂടുതൽ തരണം, എന്നിരുന്നാലും ഞാനിതൊക്കെ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് തന്നതാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടാകും ശരിക്കും പറഞ്ഞാൽ ദോഹാൻ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ കമ്പനി ഇങ്ങനെ പോണതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവളിങ്ങനെ പറയും നിങ്ങളിതൊക്കെ തന്നിട്ട് എന്താ കാര്യം, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് ഓപ്പറേഷൻ തിയേറ്ററിൽ മരണവും ജീവിതവും തമ്മിൽ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും മോന് വന്ന് കാണാൻ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയും എടി ഞാനൊരു ബിസിനസ് ട്രിപ്പായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ജിഹാൻ പറയും എന്ത് ബിസിനസ് ട്രിപ്പ്, നമ്മുടെ ഫാമിലിയിൽ എന്ത് നടന്നാലും അവനിക്ക് ഈ ട്രിപ്പാന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, ഒരുപാട് വർക്ക് പെൻഡിങ് വരുമ്പോൾ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ചീഫോക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ അഭിനയിക്കൂട്ടോ. പുള്ളിക്കാരത്തി ഇങ്ങനെ കരച്ചിൽ കൊടുക്കും. എന്നിട്ട് പറയും ശരിക്കും പറഞ്ഞാൽ ഞാനാണ് എല്ലാത്തിനും കാരണം, ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ദോഹാനിങ്ങനെ ഓവർ സ്ട്രെസ് കൊടുക്കണ്ടായിരുന്നു, എന്തായാലും എന്നെ കുറ്റപ്പെടുത്തിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛനിങ്ങനെ പറയുന്നുണ്ടാകും അതൊന്നും സാരില്ല മോള് കരയൊന്നും വേണ്ട, ബോസ് എന്നൊക്കെ പറയുന്നത് അത്രയ്ക്കും ഒരു മൂല്യമുള്ളൊരു വിലയല്ലേ, എന്തായാലും അവൻ ഇതിനൊക്കെ ചെയ്തിട്ടും ഇവനിക്ക് പൈസ കിട്ടണ്ടല്ലോ, അതൊന്നും ഓർത്ത് മോള് സങ്കടപ്പെടണ്ടെന്നൊക്കെ ആ ഒരു അച്ഛനിങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവക്ക് ഇത്തിരി സമാധാനമാകും ആ ഒരു ചീഫോക്ക്. അപ്പം തന്നെ എന്താ യൂറ കരച്ചിലെടുക്കും. അപ്പം മിൻസ് പറയും അമ്മ എന്തിനാ കരണേന്നൊക്കെ ചോദിക്കുമ്പോൾ യൂറ ഇങ്ങനെ പറയും എന്നാലും അച്ഛൻ്റെ ഇത്രയൊക്കെ ആഗ്രഹമായിരുന്നു ആ ഒരു ഷൂ ഇട്ടിട്ട് ഇങ്ങനെ നടക്കാൻ പോകണം എന്നുള്ള കാര്യം, എന്തായാലും എന്നോടൊന്ന് പറഞ്ഞാൽ പോരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ കരയും. എന്നിട്ട് പറയും ജിഹാനെ നിനക്ക് ഇത്രയൊക്കെ ആഗ്രഹമായിരുന്നോടാ ആ ഒരു ഗെയിം കളിക്കാന്നൊക്കെ പറയുമ്പോൾ അച്ഛനൊക്കെ പറയും ഇല്ലാടി എനിക്ക് വേണ്ട ഷൂ ഒന്നും, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് എൻ്റെ യൂറാമോള് പറയണം മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഒരു ചീഫ് കൊടുത്ത ഗിഫ്റ്റൊക്കെ അവർ പിൻവലിക്കുമല്ലോ അങ്ങനെ തന്നെ. അപ്പം അച്ഛൻ ഇങ്ങനെ പറയും നിങ്ങളൊന്നും കരയൊന്നും വേണ്ട, നമുക്ക് എന്തായാലും ഡ്രിങ്ക്സ് കുടിക്കാമെന്നും പറഞ്ഞ് അവരെങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ചീഫോയും യൂറോയും ആണെങ്കിൽ ഒരുപാട് ഡ്രിങ്ക്സ് കുടിച്ച് ഇങ്ങനെ ആകെ ഫിറ്റായിട്ട് വരും. അങ്ങനെ ഫിറ്റായിട്ട് വരുമ്പോൾ ഇവനാണെങ്കിൽ ഇവളെ കയറ്റി വിടാൻ വേണ്ടി പോകുമ്പോൾ എന്താ യൂറയും ആ വണ്ടി കയറുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയും എടി നീ ഇറങ്ങ് മിനിസോക്ക് നാളെ സ്കൂളിൽ പോകാനുള്ളതെന്നൊക്കെ പറഞ്ഞ് അവളെ ആണെങ്കിൽ ഇറക്കിയിട്ട് ഇവളെ അങ്ങ് പറഞ്ഞു വിടുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മുടെ യൂറ ആണെങ്കിൽ ഭയങ്കര ഫിറ്റായിരിക്കും. ആ വണ്ടി പോയി കഴിയുമ്പോൾ തന്നെ അവൾ ഓക്കെ ആകും കേട്ടോ. എന്നിട്ട് പറയും ആ പെണ്ണിന് എത്ര വയസ്സുണ്ടാവും എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും നിനക്ക് കണ്ടറിഞ്ഞൂടെ, നിന്നെയും നല്ല പ്രായമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ അവളെ സോപ്പിടും എടി നമുക്ക് ഇന്ന് നമ്മുടെ കൊച്ചിനൊരു അനിയത്തി അല്ലെങ്കിൽ അനിയന് വേണ്ടേന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ വീട്ടിലേക്ക് വരും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ബൊസോക്ക് നല്ല ഉറക്കമായിരിക്കും. ആ ഒരു സമയത്ത് തന്നെ മിൻസു ആണെങ്കിൽ അവനെ വിളിക്കും കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് ചോദിക്കും മിൻസു എന്തിനാ നീ വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ മിൻസു
മിൻസ പറയും എടാ നീ ഞാൻ പറഞ്ഞ കാര്യം എന്തായി, നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചു, നിനക്കത് വിഷമാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും ഞാൻ നിന്നോടൊരു എളുപ്പമായിട്ടുള്ളൊരു ചോദ്യമല്ലേ ചോദിച്ചോളൂ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന്, അത് മര്യാദക്ക് പറയാന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും എടി എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് തോന്നണില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും അതെന്താ അങ്ങനെ, ഞാൻ നിനക്ക് ഹോട്ട് ഡോഗൊക്കെ മേടിച്ചു തന്നിട്ട് നീ അതൊക്കെ തിന്നാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയും ഞാൻ വേണമെങ്കിൽ നിനക്ക് ഹോട്ട് ഡോഗ് മേടിച്ചു തരാമെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ നിന്നോട് മര്യാദക്കല്ലേ സംസാരിക്കുന്നത്, പിന്നെ എന്താ നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടാലെന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയും സോറി ഡി എന്നാൽ ശരി ഞാൻ പോണേന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വന്നിട്ട് ഇവൾ എടുത്തോണ്ടായിരിക്കും അവൻ റൂമിലേക്ക് പോകുന്നുണ്ടാവുക. എന്നിട്ട് അവനിങ്ങനെ പറയും എടി ഇത് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല, നമ്മൾ മിൻസോക്ക് വാക്ക് കൊടുത്തല്ലൊരു കൊച്ചനിയനെ കൊണ്ടുവരാന്നുള്ള കാര്യം, അത് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും ആ ഓക്കെ മിൻസോന് വേണ്ടി നമുക്ക് ചെയ്യാമെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ അവളുടെ ഡ്രസ്സ് ഊരണ സമയത്ത് തന്നെ മിൻസോ അങ്ങോട്ട് വന്നിട്ട് പറയും അച്ഛാ ബോസൊക്കെ എന്നോട് നോ പറഞ്ഞു, ഇനി എങ്ങാനും ഞങ്ങൾ കളിക്കുമ്പോൾ ഞാൻ അവനെ ഇടിച്ച് ഞാൻ കൊല്ലുന്നൊക്കെ പറയുമ്പോൾ അച്ഛനിങ്ങനെ പറയും എടാ നീ പോയി കിടന്നുറങ്ങ്, ഉറങ്ങിയാലല്ലേ നമുക്കൊരു ഉഷാറുണ്ടാവുള്ളൂ, എനർജി ഉണ്ടാവുള്ളൂ, നീ പോയി കിടന്നുറങ്ങാൻ പറയുമ്പോൾ കൊച്ചാണെങ്കിൽ പറയും ഇല്ല ഞാൻ ഇവിടെ കിടന്നുറങ്ങുള്ളൂ എന്നും പറഞ്ഞ് അവരുടെ രണ്ടുപേരും നടക്ക് കിടന്നുറങ്ങുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ മിൻസോനെ അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ പറഞ്ഞു വിടുമ്പോൾ അവർ പ്രത്യേകം പറയുന്നുണ്ടാകും എടി നീ ബോസോക്കിനെ തല്ലാൻ നിൽക്കണ്ട, നല്ല രീതിക്ക് നിൽക്കാനൊക്കെ പറയുമ്പോൾ അവൾ പറയും അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് ബയ്യൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയും എടി നമുക്കിന്ന് മിൻസോനെ അച്ഛൻ്റെ അടുത്ത് ആക്കാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും എന്തിനാക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും നമുക്ക് എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കൊച്ചിനെ മാറ്റാന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ഞാൻ അതിലൊന്നും ആലോചിക്കട്ടെ എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ വാശി പിടിക്കും കേട്ടോ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അവൾ പറയും ആ ഓക്കെ ശരി എന്നാൽ വൈകുന്നേരം നമുക്ക് നോക്കാമെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അവൻ പറയും നീ നേരത്തെ ജോലി കഴിഞ്ഞ് വന്നോളാം എന്നൊക്കെ പറഞ്ഞ് അവളങ്ങനെ കഫേയിലേക്ക് പോകും, ഇവനാണെങ്കിൽ ജോലിക്കും പോകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു ജിഹാൻ്റെ വൈഫിനെയാണ്. അപ്പോൾ ഈ ഒരു ജിഹാൻ്റെ വൈഫിനാണെങ്കിൽ ആ ഒരു ചീഫ് വിളിക്കുന്നുണ്ടാകും. എന്നിട്ട് ഫോൺ കട്ടാക്കി കഴിയുമ്പോൾ അവളിങ്ങനെ പറയും ചേട്ടാ ഞാൻ അന്നൊരു ദിവസം ഒരു ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, എനിക്കിങ്ങനെ പ്രസവത്തിന് ശേഷമുള്ള ശുശ്രൂഷയുള്ള ഒരു സംഭവം, ഞാൻ ഏറ്റവും ആഗ്രഹിച്ച ഒരു സ്ഥലമല്ലേ, അവിടെയാണെങ്കിൽ ചീഫോടെ ഏതോ ഒരു കസിൻ എങ്ങാണ്ടാണ് നടത്തുന്നത്, പുള്ളിക്കാരത്തി എനിക്ക് അവിടെ നിന്നൊരു റൂം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയും പക്ഷേ യൂറ നിനക്ക് വേണ്ടിയിട്ട് വേറെ സ്ഥലത്ത് കണ്ടുപിടിച്ചല്ലേ, അവളോട് നീ എന്ത് പറയും എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും അതൊന്നും സാരമില്ല, ഇതാണെങ്കിൽ അധികം പൈസ ചിലവില്ലല്ലോ, അതുകൊണ്ട് യൂറക്ക് സന്തോഷമാണെന്ന് പറയുമ്പോൾ അവൻ പറയും ഇല്ല യൂറക്ക് സന്തോഷമൊന്നും ആവൂല, അവൾക്ക് കുറ്റബോധം ഇല്ലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ ഇവനാണെങ്കിൽ ആ ബോർഡൊക്കെ മാറ്റുമ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ടാകും ഇനിയിപ്പോൾ ദോഹാൻ ചേട്ടനും ആ ഒരു ചീഫോയും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കുമോ, അവർ തമ്മിൽ വല്ല റിലേഷൻ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവനാണെങ്കിൽ അവളുടെ വായ പൊത്തി പിടിക്കട്ടോ എടി യൂറോ വന്നെന്നും പറഞ്ഞു. അപ്പോൾ യൂറോ ചോദിക്കും എന്തേ നിങ്ങൾ ചീഫോനെ പറ്റിയാണ് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും അത് ഞങ്ങൾ ചീഫോ തന്ന സാധനങ്ങളൊക്കെ വിൽക്കാന്നുള്ളൊരു പ്ലാനാന്നൊക്കെ പറയുമ്പോൾ അവൾ ആന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറി പോട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹാൻ്റെ ആ ഒരു പണിയാണ്, അവനിക്ക് അടുത്ത ടാർഗറ്റിന് കിട്ടും. ശരിക്കും പറഞ്ഞാൽ വലിയ ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ആണെങ്കിൽ ടാർഗറ്റ് ചെയ്ത് കൊല്ലുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവനിക്ക് ഓരോരോ പ്രൊജക്റ്റ് ആയിട്ട് ഓരോരുത്തർ കൊടുക്കും. അപ്പോൾ ഇത്തവണ കൊടുത്തേക്കുന്നത് ഇയാളെയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഇയാളിങ്ങനെ ഫോളോ ഒക്കെ ചെയ്യണേ കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ മിൻസോനെയാണ്. മിൻസോ ആണെങ്കിൽ ആ ചെറുക്കൻ നല്ല രീതിക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ചെറുക്കൻ ഇങ്ങനെ പറയും എടി ഞാൻ നിന്നോട് ഇന്നലെ നോ പറഞ്ഞുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ലല്ലോ എനിക്ക് അങ്ങനെ ഒന്നും ഒരു വിദ്വേഷം ഇല്ലാന്നും പറഞ്ഞ് അവൾ പിന്നെയും തല്ലാൻ വേണ്ടി പോകുമ്പോൾ ഈ ചെക്കനങ്ങ് മാറുമ്പോൾ ഇവൾ താഴെ അങ്ങ് മൂക്കുത്തി വീഴുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഇവൾ നോക്കുമ്പോൾ എന്താ അവളുടെ മൂക്കിൽ നിന്ന് ചോര വരുമ്പോൾ ഈ ഒരു ബോസൊക്കെ ആണെങ്കിൽ അവളെടുത്തോണ്ട് ഇങ്ങനെ ഓടും. പക്ഷേ എടുത്തുകൊണ്ടൊന്നുമല്ല ഓടുന്നത്, നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയും എടി ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം, ഞാൻ നിന്നെ രക്ഷിക്കാമെന്നും പറഞ്ഞ് അവരങ്ങനെ ഓടിപ്പോകുന്നുണ്ടാകും. അപ്പോൾ ആ ഒരു ജിഹാനാണെങ്കിൽ ആ ഒരു സ്കൂളിലേക്ക് വരുന്നുണ്ടാവും കേട്ടോ. ഈ ഒരു മിൻസോനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ വന്നിട്ടുണ്ടാവുക. അവനിക്ക് എന്തോ $300 എങ്ങാണ്ടും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും ഇന്നൊരു രാത്രി മിൻസോനെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതിന് വരുമ്പോൾ എന്താ മിൻസു ഇങ്ങനെ ഓടുന്ന കണ്ടിട്ട് ഇവനാണെങ്കിൽ മിൻസോനെ വിളിക്കുമ്പോൾ മിൻസു മൈൻഡ് പോലും ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ. എന്നിട്ട് ആ ഒരു ടീച്ചർ ഇങ്ങനെ പറയുന്നുണ്ടാകും ഞാനില്ലാത്തപ്പോൾ നീ ഒരിക്കലും പ്രാക്ടീസ് ചെയ്യരുത്, എന്തിനാ പ്രാക്ടീസ് ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും എന്നാലും ഞങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ആ ഒരു നഴ്സ് വന്നിട്ട് ഇങ്ങനെ പറയും നിനക്ക് വയറുവേന എന്ന് പറഞ്ഞില്ലേ എവിടെയാ കാണിച്ചതെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ഞാൻ കാണിക്കില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ടീച്ചർ പറയും നീ എന്തിനാ മടിക്കുന്നത്, ഞാനല്ലേ ഉള്ളൂ, നീ അത് പൊക്കുന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ഇല്ല ദേ അവനുണ്ടെന്ന് പറയും കേട്ടോ. എന്നിട്ട് പറയും നീ എന്തിനാ ഇവിടെ നോക്കിക്കുന്നു, നീ പുറത്ത് പോ, അവൻ പുറത്ത് പോയല്ല ഞാൻ ഡ്രസ്സ് പൊക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ജിഹാൻ അത് കാണുമ്പോൾ എന്തൊക്കെയോ ഒരു സംശയം പോലെയൊക്കെ ഉണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഇവളാണെങ്കിൽ ആ ഒരു മിൻസോ ആണെങ്കിൽ ബോസൊക്കെ ഫുട്ബോൾ കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കണായിരിക്കും കേട്ടോ. അപ്പോൾ ജിഹാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും എടി നിനക്ക് അവന് ഇഷ്ടമാണെന്ന് നോക്കുമ്പോൾ അവൾ പറയും എനിക്ക് ഇഷ്ടമൊന്നുമല്ല എന്ന് പറയുമ്പോൾ അവൾ പറയും ദേ അവനും ഗോൾ അടിച്ചെന്ന് പറയുമ്പോൾ ഇവള് ഭയങ്കര സന്തോഷത്തിൽ നോക്കി നിൽക്കും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, എന്തായാലും അവനെ വളക്കാൻ എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്ന് പറയുമ്പോൾ അവൾ പറയുമേ ഉണ്ടാ എന്ത് ഐഡിയ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും നിൻ്റെ അങ്കിൾ ആരാന്നാണ് നിൻ്റെ വിചാരം, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളല്ലേ ഞാൻ,
അതുകൊണ്ട് എൻ്റെ കയ്യിൽ അതിനുള്ള ട്രിക്കൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ സിസ്റ്റർ പറയുന്നുണ്ടാകും മിൻസു എന്തൊരു കുരുത്തക്കേടല്ലെന്നൊക്കെ പറയുമ്പോൾ ആ ടീച്ചർ പറയും അത്ര കുരുത്തക്കേടൊന്നുമില്ല, അവൾ ഭയങ്കര കുറുമ്പിയാന്നുള്ളതെന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും അങ്ങനെയാണെങ്കിൽ അവൾക്ക് വല്ല അവാർഡ് കൊടുക്കുക, അവാർഡ് കൊടുക്കുമ്പോൾ അവളൊന്ന് ഒതുങ്ങിക്കോളും, ആൾ മിടുക്കി ആയിക്കോളും എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരൻ ഓർക്കും എന്ത് അവാർഡ് കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ദോഹാന്റെ അച്ഛനും ഗേൾ ഫ്രണ്ടിനെയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സൈക്ലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുത്ത് നിൽക്കുമ്പോൾ ഈ പുള്ളിക്കാരാണെങ്കിൽ പഴയ കാര്യം ഇങ്ങനെ ആലോചിക്കും. ചീഫോയ ആണെങ്കിൽ ഈ ഒരു അച്ഛന് വേണ്ടിയിട്ട് ഒരു പ്ലെയിൻ്റെ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഈ 80ാമത്തെ ബർത്ത്ഡേക്ക് ഇങ്ങനെ എന്തോ പ്ലെയിൻ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടാകും പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു അച്ഛനാണെങ്കിൽ ആ ഗേൾ ഫ്രണ്ട് അടുത്ത് ചോദിക്കും നീ വരുന്നുണ്ടോ, ഞാനാണെങ്കിൽ ചിലവെടുത്തോളാം, പ്ലെയിൻ്റെ ടിക്കറ്റും ഹോട്ടലിൻ്റെ ടിക്കറ്റൊക്കെ ഞാൻ എടുത്തോളാം എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ഓക്കെ ഞാനും വരാമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ്റെ അടുത്ത് ഓക്കെ ഒക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടാകും. എന്നിട്ട് യൂറാണെങ്കിൽ ആ ഒരു അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടാകും അച്ഛൻ്റെ 80ാമത്തെ ബർത്ത്ഡേക്ക് നമുക്ക് ഫാമിലി ട്രിപ്പ് പോയാലോ ജെജു ഐലൻഡിലേക്ക് ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും വേണ്ട, നിനക്ക് ഇപ്പം അല്ലെങ്കിൽ തന്നെ കച്ചവടം ഇല്ലാത്തതാണ്, നീ ഒരു ദിവസം 10,000 രൂപ ആവട്ടെ, എന്നിട്ട് നമുക്കൊക്കെ പോകണതിനെ പറ്റി ആലോചിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടാകും. അപ്പോൾ ഇവളാണെങ്കിൽ ആകെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കണം കേട്ടോ. എന്നാലും അച്ഛൻ പറഞ്ഞാൽ ശരിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹാന്റെ വർക്കാണ് കാണിക്കുന്നത്. അപ്പോൾ അവനാണെങ്കിൽ മറ്റേ ഒരു ടാർഗറ്റിനൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് പുള്ളിക്കാരനാണെങ്കിൽ ഇങ്ങനെ പലതും പ്ലാൻ ചെയ്യണം കേട്ടോ അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അങ്ങനെ രാത്രി ആകുമ്പോൾ അവള് അതൊന്ന് ക്ലോസ് ആക്കിയിട്ട് അകത്തോട്ട് എല്ലാം ക്ലീൻ ആക്കാൻ വേണ്ടി കയറുമ്പോൾ തന്നെ എന്താ അങ്ങോട്ടേക്കാണെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ പോലത്തെ ഒരാൾ വരും കേട്ടോ. എന്നിട്ട് അയാൾ പറയുന്നുണ്ടാകും എനിക്ക് 2 ദിവസത്തിലൊരു ഇവന്റ് ഉണ്ട്, സാധനങ്ങളൊക്കെ റെഡിയാക്കി തരും എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓർഡറൊക്കെ മേടിക്കുന്നുണ്ടാകും. അങ്ങനെ നമ്മുടെ ചെറുക്കനാണെങ്കിൽ മീൻസോനെ അച്ഛൻ്റെ വീട്ടിലാക്കിയിട്ടുണ്ടാകും. എന്നിട്ട് പറയും മോളെന്തായാലും ഇങ്ങോട്ട് വരണ്ട, മുത്തശ്ശൻ്റെ അടുത്ത് നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ ഫോൺ കട്ട് ചെയ്ത് വരുമ്പോൾ എന്താ ഇവള് നല്ല തിരക്കിലായിരിക്കും കേട്ടോ. അപ്പോൾ അവൻ പറയും ബട്ട് നമുക്ക് പെട്ടെന്ന് പോവാന്നൊക്കെ പറഞ്ഞ് അവരൊരുമിച്ച് അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വീട്ടിലേക്ക് പോകുന്നുണ്ടാകും. അങ്ങനെ അവൻ എടുത്തോണ്ടായിരിക്കും കേട്ടോ അവളെ കൊണ്ടുപോകുന്നുണ്ടാകുക. അങ്ങനെ ഇവർ നേരെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ എന്താ അവിടെ എല്ലാവരും ഉണ്ടാകും. അപ്പോൾ അവൻ ചോദിക്കും ഇതെന്താ എല്ലാവരും ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടാകും ഞങ്ങളുടെ അവിടെ ഒന്നും വെള്ളമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നാന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം മിനിസ് വന്നിട്ട് പറയും അച്ഛ അമ്മേ എനിക്ക് നാളെ അവാർഡ് കിട്ടാൻ വേണ്ടി പോവാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര അതിശയാകും. എന്താ അവാർഡാന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അതൊന്നും എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരുമിച്ചാണ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ദോഹാൻ ഇങ്ങനെ മെസ്സേജ് അയക്കും എടി നമുക്ക് നാളെ ഒരു ഹോട്ടൽ റൂം എടുക്കാം, അതാ നടക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ടാകും. അപ്പോൾ ഈ കൊച്ചിൻ്റെ ഇതിനകത്ത് ആ ഒരു ചേട്ടൻ്റെ അടുത്തും ചേച്ചിയുടെ അടുത്തും പോകാൻ പറയുമ്പോൾ അവൾ പറയുന്നുണ്ടാകും എനിക്കതൊന്നും പറ്റില്ല, എനിക്ക് വേറെ പ്ലാൻ ഉണ്ടെന്നൊക്കെ പറയും കേട്ടോ ആ ഒരു മിനിറ്റ്സോടെ ആ ഒരു അവാർഡ് കൊടുക്കണേലിന്. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ യൂറേനെ ആണെങ്കിൽ മറ്റാ ഒരു സ്ഥലത്തു നിന്നാണെങ്കിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറയും ആ ഒരു മീറിയം ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ യൂറ മീറിയമിൻ്റെ അടുത്ത് ചോദിക്കും നീ എന്തിനാ അത് ക്യാൻസൽ ചെയ്തത്, ആ ഒരു പോസ്റ്റ്നേറ്റൽ കെയർ എന്തിനാ നീ ക്യാൻസൽ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും ചീഫോ എനിക്ക് വേറൊരു നേറ്റലിൻ്റെ ഒരു കെയറിൻ്റെ സംഭവം അയച്ചു തന്നിരുന്നു, എനിക്ക് അവിടെ പോകാനായിരുന്നു ആഗ്രഹം, അതുകൊണ്ട് അവിടെ പോകാമെന്ന് ഓർത്തെന്നൊക്കെ പറയുമ്പോൾ യൂറ പറയും കുഴപ്പമൊന്നുമില്ല നിനക്കിഷ്ടം എവിടെയെന്ന് വെച്ചാൽ അങ്ങനെ പൊക്കോളാനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് ഇത്തിരി സമാധാനമാകും. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടാകും അച്ഛൻ എന്തായാലും നമുക്ക് പോവാം, എനിക്ക് അത്ര പൈസ ഒക്കെ കിട്ടിയെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു ദിവസം തന്നെ അത്ര 10,000 രൂപ കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടാകും എന്നിരുന്നാലും വേണ്ട പോവണ്ട, വേറൊന്നും അല്ലാടി ആ ഒരു ചീഫ് എനിക്കൊരു ടിക്കറ്റ് അയച്ചിരുന്നു, എൻ്റെ 18th ബർത്ത്ഡേയുടെ ഒരു ടിക്കറ്റാണ് അയച്ചത് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്, ഞാൻ പിന്നെ എങ്ങനെ നോന്നൊക്കെ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ഈ അച്ഛൻ നോന്നൊന്നും പറയണ്ട അച്ഛൻ പൊക്കോളാനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. എന്നാലും അവളുടെ ഉള്ളിൽ ഒരു സങ്കടമൊക്കെ ഉണ്ടാകും. എന്നിട്ട് അങ്ങനെ ആ ഒരു ഡെലിവറി ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് കൊടുക്കും. അങ്ങനെ അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ടാകും ഒച്ചാനിയോനാണ് എൻ്റെ അടുത്ത് ഈ ഒരു കടയുടെ കാര്യം പറഞ്ഞത്, എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് പോകുമ്പോൾ അവർക്കും വീണ്ടും വിഷമാകും. ആ ഒരു ചീഫോ കാരണമാണ് ഇതൊക്കെ കിട്ടിയെന്നൊക്കെ ആലോചിച്ചിട്ട് പുള്ളി വല്ലാതെ അങ്ങ് ഡെസ്പാകുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ഇവളുടെ കൊച്ചിൻ്റെ ആ ഒരു ഫോട്ടോസൊക്കെ കൊച്ചു അയച്ചു കൊടുക്കുമ്പോൾ ഇവൾക്ക് നല്ല സന്തോഷമൊക്കെ ആകും. അങ്ങനെ ഇവളാണെങ്കിൽ ഹോട്ടലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കൊച്ചിൻ്റെ ഫോട്ടോയൊക്കെ നോക്കുമ്പോൾ എന്താ അതിൽ ആ ഒരു ചീഫോയുടെ ഫോട്ടോയും ഉണ്ടാകും. അപ്പോൾ ഇവൾക്ക് മെസ്സേജ് ഉണ്ടാകും ആരും ഇല്ലാത്തതുകൊണ്ട് മിൻസോന് ഭയങ്കര സങ്കടമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുമ്പോൾ ഇവക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹാനാണെങ്കിൽ ആ ഒരു ടാർഗറ്റിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ഒരു ഹോട്ടൽ റൂമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗണ്ണിൻ്റെ പോയിന്റ് ഒക്കെ ചെയ്തിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കും. യൂറയാണെങ്കിൽ ഹോട്ടലിലേക്ക് കയറുമ്പോൾ എന്താ ആ ഒരു ചീഫോയ ആണെങ്കിൽ അവിടെ ഉണ്ടാകും കേട്ടോ. പുള്ളിക്കാരത്തി ലിഫ്റ്റിൽ കയറുന്ന കാണുമ്പോൾ ഇവളും വന്ന് നോക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹാൻ അങ്ങനെ ആ ഒരു ടാർഗറ്റിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതാണ് കേട്ടോ. അങ്ങനെ കൊന്നു കഴിയുമ്പോൾ തന്നെ ആ ഒരു റൂമിൻ്റെ അടുത്തേക്ക് ആരോ വരുന്ന പോലെ തോന്നും. അപ്പോൾ ഇതോടെയാണ് എപ്പിസോഡ് 2 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.